ഭഗവാനോടൊത്ത് കുഞ്ചുസ്വാമിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ രമണാശ്രമം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് പറയുന്നത്. രമണാശ്രമത്തിൽ ദണ്ഡപാണ സ്വാമിക്കായിരുന്നു അടുക്കളയുടെ ചുമതലയുണ്ടായിരുന്നത്. മഹർഷി അടുക്കളയിലെ എല്ലാ ജോലികൾക്കും ദണ്ഡപാണി സ്വാമിയെ സഹായിക്കാറുണ്ട്. ദണ്ഡപാണി സ്വാമി ചമ്മന്തിയുടെ ചേരുവകളൊക്കെ എടുത്തു വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? മഹർഷി വന്നിട്ട് അത് പൊടിച്ചു വയ്ക്കും. ഇഡലിക്കായി വെള്ളത്തിലിട്ട് വയ്ക്കുന്ന ഉഴുന്നും അരിയും ഒക്കെ മഹർഷി തന്നെ അരയ്ക്കും. ഒരിക്കൽ ഇഡലിക്ക് മാവരയ്ക്കുന്നതിൻ്റെ ഇടയിൽ മഹർഷിയുടെ വിരലുകൾക്ക് ചതവ് പറ്റി. കുഞ്ചുസ്വാമി അരി താൻ അരച്ചോളാന്ന് പറഞ്ഞിട്ടും മഹർഷി അത് കൂട്ടാക്കിയില്ല, അനുസരിച്ചില്ല. ഭഗവാനെ കൊണ്ട് മാവരപ്പിക്കരുത് എന്ന് ദണ്ഡപാണി സ്വാമിയോട് കുഞ്ചുസ്വാമി പറഞ്ഞെങ്കിലും അതിനും ഫലമൊന്നും ഉണ്ടായില്ല. മാത്രല്ല, ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു കൊട്ട പുളിയില ദണ്ഡപാണി സ്വാമി മഹർഷിക്കായിട്ട് കൊടുക്കുകയും ചെയ്തു. വിരലിലെ ചതവ് വകവയ്ക്കാതെ മഹർഷി അത് അരയ്ക്കാനും തുടങ്ങി. കുഞ്ചുസ്വാമി മഹർഷിയോട് പറഞ്ഞു, ദയവായി അരയ്ക്കരുത്, ഭഗവാൻ അത് അരച്ചാല് ഞാൻ ആ ചമ്മന്തി കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും ചെവിക്കൊള്ളാതെ പുളിയില അരച്ച് മഹർഷി എന്ത് ചെയ്തു? ചമ്മന്തി ഉണ്ടാക്കി. എന്നിട്ട് അത് വിളമ്പിയപ്പോ കുഞ്ചുസ്വാമി അത് കഴിക്കാനും കൂട്ടാക്കിയില്ല. മഹർഷി അത് ശ്രദ്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രമണ മഹർഷി എന്ത് ചെയ്യുമ്പോഴും കുഞ്ചുസ്വാമിയോട് അനുവാദം ചോദിക്കാൻ തുടങ്ങി. ആരെങ്കിലും സന്ദർശകർ വന്നാല് മഹർഷി ആളയച്ച് കുഞ്ചുസ്വാമീനെ വരുത്തും. ഞാൻ ഇയാളോട് സംസാരിക്കട്ടെ, ഞാൻ മൂത്രയിക്കാൻ പൊക്കോട്ടെ, ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ, ഇങ്ങനെ എന്തിനും ഏതിനും മഹർഷി കുഞ്ചുസ്വാമിയോട് അനുവാദം വാങ്ങുന്നത് കണ്ടപ്പോ ഇതിന്റെ കാരണം എന്താന്ന് മറ്റുള്ള അന്തേവാസികള് മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഞാൻ ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അയാള് നിരാഹാരം കെടുന്നു കളയും. അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കണം, ഇരിക്കാൻ പറഞ്ഞാല് ഇരിക്കണം. ഞാനിനി അദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. കാരണം ചമ്മന്തി അരയ്ക്കുന്നത് നിർത്താൻ അയാൾ പറഞ്ഞത് ഞാൻ ചെവികൊണ്ടില്ല. ആ കാരണം കൊണ്ട് അയാള് ചമ്മന്തി കഴിക്കുന്നുണ്ടായില്ല. ആളുകളുടെ കാര്യം ഇങ്ങനെയാണ്. അവര് സാധകരായി ഇവിടെ വരും, എന്നിട്ട് നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കും. അതുകൊണ്ട് ഇനി അവരുടെ ആഗ്രഹപ്രകാരം ജീവിച്ചാൽ എല്ലാം ശരിയായിക്കോളൂല്ലോ. ഇതെല്ലാം കേട്ട് കുഞ്ചുസ്വാമി ഭയങ്കര ദുഃഖിതനായി. കുഞ്ചുസ്വാമി തിരുപ്പതിക്ക് തീർത്ഥാടനത്തിന് പോവാൻ മഹർഷിയോട് അനുവാദം ചോദിച്ചു. എന്നാ മഹർഷിയാണെങ്കിലോ യാതൊരു മറുപടിയും കൊടുക്കാണ്ട് കുഞ്ചുസ്വാമിക്ക് ഓരോ പണികളും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗിരിപ്രദക്ഷിണത്തിന് പോകുമ്പോൾ കൂടെ ചെല്ലാൻ രമണ മഹർഷി കുഞ്ചുസ്വാമിനെ വിളിച്ചു. അതിനുശേഷം തനിക്ക് യാത്രാനുമതി ലഭിക്കും എന്ന വിശ്വാസത്തോടെ തന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുഞ്ചുസ്വാമി പ്രദക്ഷിണത്തിന് കൂടെ പോയി. എന്നാല് പതിവിലും സാവധാനത്തിലാണ് മഹർഷി അന്ന് പരിക്രമണം ചെയ്തുകൊണ്ടിരുന്നത്. അവര് ടൗണിലെത്തിയപ്പോഴേക്കും എന്തുണ്ടായി? ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു, ദാ നിനക്ക് പോവാനുള്ള ട്രെയിൻ വേഗം തന്നെ അതിന്റെ പുറകെ ഓടിക്കോളൂ എന്ന് പറയുവാണ്. അപ്പൊ എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങൾക്കറിയോ, അയാള് ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ ആരോ ഒരാൾ, ഒരു പക്ഷെ അത് ഇയാളുടെ ഗുരുവായിരിക്കും, ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ സംരക്ഷണത്തിലാക്കിയതാണ്. ഇപ്പോ ഇയാള് പറയുന്നു ഇയാൾക്ക് എന്നെ വിട്ടു പോണെന്ന്. എവിടേക്കാണ് പോവുക? ഇനി അയാളുടെ ഗുരു എങ്ങാനും വന്ന് എന്നോട് എവിടെ എൻ്റെ ശിഷ്യൻ എന്ന് ചോദിച്ചാല് ഞാൻ എന്താ മറുപടി കൊടുക്കുക? അതോടുകൂടി തീർത്ഥാടനം എന്നുള്ള ആശയമൊക്കെ കുഞ്ചുസ്വാമി ഉപേക്ഷിച്ചു. എനത് നിனைவுകൾ എന്ന പേരിൽ കുഞ്ചുസ്വാമി മഹർഷിയോടൊപ്പമുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.